തൃശ്ശൂരിൽ ക്ഷേത്രത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ക്ഷേത്രത്തിനും അതുപോലെ തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാനയുടെ ആക്രമണം. നമുക്ക് ആദ്യം ആ ദൃശ്യമൊന്ന് കാണാം. ഇതിപ്പോൾ ശ്രീകോവിലിൻ്റെ കട്ടള വരെ തൊട്ടടുത്ത ഓഫീസിൽ ഉള്ള ഗ്യാസും കുറ്റി, അടുപ്പ് എന്ന് വേണ്ട ഓഫീസ് മൊത്തം നശിപ്പിച്ച് 2 ഡോറും തുറന്നത്, എല്ലാ ശ്രീകോവിലിൻ്റെ കോവിൽ തകർത്തു, എല്ലാ കാര്യങ്ങളും മൊത്തം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫാക്ടറി ഫാക്ടറിന് തൊട്ടടുത്ത് തന്നെയുള്ള ക്വാർട്ടേഴ്സ്, അമ്പലത്തിന് തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണം. എങ്കിലും ഇപ്പോഴും വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ കാട്ടാന ക്ഷേത്രത്തിന്റെ നേരെ ആക്രമിച്ച് ഇറങ്ങുന്നത് എന്തിനാണ്? അതാണ് ക്ഷേത്രത്തിന്റെ കട്ടള അടക്കം ഈ കാട്ടാന തകർത്തു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. സമീപത്തെ ഓഫീസ് ഉണ്ടായിരുന്നു, ആ ഓഫീസിനകത്ത് കയറിയ കാട്ടാന അവിടെ ഉണ്ടായിരുന്ന ഗ്യാസും അതോടൊപ്പം ഗ്യാസ് കുറ്റിയും അടക്കമുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് ഈ അതിരപ്പള്ളി കാലടി പ്ലാന്റേഷന്റെ 17-ാം ബ്ലോക്കിൽ ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. അവിടെ ഈ ക്ഷേത്രത്തിന്, അതായത് ഈ കാലടി പ്ലാന്റേഷനോട് ചേർന്ന് തന്നെയുള്ള ശിവക്ഷേത്രത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ കാട്ടാനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളടക്കം പുറത്തിടുകയും ഭക്ഷിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഭക്ഷിച്ച ശേഷമാണ് മടങ്ങിപ്പോവുകയും ചെയ്തത്. ഇതിനോട് ചേർന്ന് തന്നെ ചില ക്വാർട്ടേഴ്സുകളുണ്ട്, ലയങ്ങളുണ്ട്. അവിടെ എത്തിയ കാട്ടാന ആ ലയങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അതിനകത്ത് കയറിയ ആന ഈ വീട്ടുസാധനങ്ങൾ അടക്കം നശിപ്പിച്ചു. 1 മാസം മുമ്പ് തൊട്ടടുത്ത പള്ളിയും ഈ കാട്ടാൻ ആക്രമിച്ചിരുന്നു. അന്ന് അത് വലിയ രീതിയിൽ, അതായത് ആനക്കൂട്ടം എത്തുകയും പിന്നീട് അവിടെ നിന്ന് നാട്ടുകാരൊക്കെയാണ് ഈ പള്ളി ആക്രമിച്ചതിന് ശേഷം പോയ ആനയെ തുരത്തുകയും ഒക്കെ ചെയ്ത്. എസ്കെന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 600ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം, 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ 17-ാം ബ്ലോക്കിൽ ഉണ്ടായിരുന്നത്. അവിടെ ഈ കാട്ടാനെ പേടിച്ച് ഭൂരിഭാഗം ആളുകളും ഇവിടെ നിന്ന് താമസം മാറിപ്പോയി. പകൽ സമയത്ത് മാത്രമാണ് ഇവർ ഈ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി വരിക. അത്രമാത്രം ദുരവസ്ഥയാണ്. ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ച് ഈ മേഖല സംരക്ഷിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. കാരണം അവിടെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ ഫെൻസിംഗ് അനുവദിക്കാത്ത സർക്കാർ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ സ്ഥിരമായി താമസിക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷിതമായ അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ പകരം ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.